السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد. മങ്കൂസ് മൗലിദിൽ നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത് രണ്ടാമത്തെ ഹിക്കായത്ത് മുതലാണ്. ഒന്നാമത്തെ ഹിക്കായത്തും അന്തതുൽ ബൈത്തും അൽഹംദുലില്ലാഹ് അള്ളാഹുവിൻ്റെ വലിയ തൗഫീഖ് കൊണ്ട് ചെറിയ രൂപത്തിലെങ്കിലും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനത്തിന് മുൻപ് അവിടുത്തെ ഉമ്മയാകുന്ന ആമിന ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ ഗർഭം ധരിച്ചപ്പോൾ ഉണ്ടായ ഒരുപാട് അത്ഭുതങ്ങൾ മഹാന്മാർ കിതാബുകളിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു വിവരിക്കുന്നത്. റവാ കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. ആരാണ് കഅബുൽ അഹ്ബാർ തങ്ങൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ജീവിച്ച അന്നത്തെ കാലത്തെ ഒരു ജൂതനായ പണ്ഡിതനായിരുന്നു. വേദഗ്രന്ഥങ്ങളിലൊക്കെ വലിയ പ്രാവീണ്യമുള്ള പ്രഗത്ഭനായ ഒരു പണ്ഡിതനായിരുന്നു. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്വഹാബിയാകാൻ കഴിഞ്ഞിട്ടില്ല. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് പ്രബലമായ അഭിപ്രായമനുസരിച്ച് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം ഒരു താബി ആണെന്ന് ചുരുക്കം. ഏതായിരുന്നാലും ബഹുമാനപ്പെട്ട കഅബുൽ അഹ്ബാരി റളിയല്ലാഹു അൻഹു പറയാണ്, ലമ്മ അറാദല്ലാഹു തആല ഇദ്ഹാറൻ നൂരിൽ മഖ്സൂനി വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂൻ. ലമ്മ അറാദല്ലാഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചപ്പോൾ, എന്തുദ്ദേശിച്ചു? ഇദ്ഹാറൻ നൂരിൽ മഖ്സൂൻ, സൂക്ഷിക്കപ്പെട്ട ആ ഒരു പ്രകാശത്തെ വെളിവാക്കാൻ, വ ഇബ്റാസൽ ജൗഹരിൽ മക്നൂൻ, എല്ലാവരും മറക്കപ്പെട്ട ആ ഒരു രത്നത്തെ പ്രത്യക്ഷമാക്കാൻ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ, മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിനത റളിയല്ലാഹു അൻഹുമ, ബഹുമാനപ്പെട്ട അബ്ദുള്ള എന്ന ഉപ്പയിൽ നിന്നും ഇലാ ബത്നി ആമിന ബീവി റളിയല്ലാഹു അൻഹയുടെ ഗർഭാശയത്തിലേക്ക്, ആ ഒരു ഗർഭാശയത്തിലേക്ക് അത് വെളിവാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ, ആരാണ് ആമിന ബീവി? അത്വഹരി ഫത്താത്തിൻ ഫിൽ അറബ്, അറബികളിലെ യുവതികളുടെ കൂട്ടത്തിൽ ഏറ്റവും പരിശുദ്ധരായ, അതിവിടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. അന്നത്തെ ജാഹിലിയ കാലഘട്ടത്തിലൊക്കെ ഉള്ള സ്ത്രീകൾ അഴിഞ്ഞാട്ടം ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കിയ ഒരു അവസ്ഥയായിരുന്നു. അതിൽ നിന്നൊക്കെ തീർത്തും വേറിട്ടുകൊണ്ട് പരിശുദ്ധരായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു മഹദിയായ ആമിന ബീവി റളിയല്ലാഹു അൻഹ. അങ്ങനെ ആ ആമിന ബീവിയുടെ ഗർഭാശയത്തിലേക്ക് വെളിവാക്കാൻ ഉദ്ദേശിച്ചപ്പോൾ, അതെന്നാണ് സംഭവം? വദാലിക ഫീ ലൈലത്തിൽ ജുമുഅത്തി മിൻ ഷഹരി റജബ്, റജബ് മാസത്തിലെ വെള്ളിയാഴ്ച രാവിലായിരുന്നു അത്. അതായത് റജബിൻ്റെ തുടക്കത്തിലായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആമിനുമ്മ റളിയല്ലാഹു അൻഹ ഗർഭം ധരിച്ചത്. ആ സമയത്ത് അമറ, അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചു, റിദ്വാൻ അലൈഹിസ്സലാം, സ്വർഗം കാക്കുന്ന മലക്കാണല്ലോ റിദ്വാൻ അലൈഹിസ്സലാം, ആ മലക്കിനോട് അള്ളാഹു കൽപ്പിച്ചു. കൽപ്പഴേക്കും ഫഫുതിഹ ബുവാബുൽ ജിനാൻ, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ടു. അപ്പോൾ അതിൽ നിന്ന് മനസ്സിലായി എന്തായിരുന്നു അള്ളാഹു കൽപ്പിച്ചത്? സ്വർഗത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറക്കാനായിരുന്നു. അങ്ങനെ സ്വർഗീയ കവാടങ്ങളെല്ലാം തുറക്കപ്പെട്ടു. വതസയ്യനൽ ഹൂറു വൽ വിൽദാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആമിനുമ്മ ആ നബിതങ്ങൾക്ക് ഗർഭം ചുമന്നപ്പോഴേക്കും ഉണ്ടായ സംഭവങ്ങളാണ്. വതസയ്യനത്തിൽ ഹൂറു, സ്വർഗത്തിലെ ഹൂറുൽ ലിസാൻ, ഹൂറുലീങ്ങളൊക്കെ അണിഞ്ഞൊരുങ്ങി. വൽ വിൽദാൻ, സ്വർഗത്തിലുള്ള കുട്ടികൾ, സ്വർഗത്തിൽ കുട്ടികളുണ്ട് എന്ന് സൂറത്തുൽ വാഖിയിലൊക്കെ ഉണ്ടല്ലോ, യതൂഫു അലൈഹിം വിൽദാനുൻ മുഖല്ലദൂൻ എന്നായത്തൊക്കെ ഉണ്ടല്ലോ. ആ കുട്ടികളൊക്കെ നല്ല ഭംഗിയായി. വദുഖത്ത് ബശാഇറുൽ അഫ്റാഹ്, സന്തോഷത്തിൻ്റെ നാദങ്ങൾ മുഴങ്ങാൻ തുടങ്ങി. വസഹറത് കവാകിബുസ് സ്വബാഹ്, പ്രഭാതത്തിലെ നക്ഷത്രങ്ങളൊക്കെ വെളിവായി. ആ സമയത്ത് വനാദ മുനാദിം ഫിസ് സമാഇ വൽ അർദ്, വനാദ മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറഞ്ഞു, ഫിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളിൽ. എന്താണ്? അലാ, അറിയണം, ഇന്നൻ നൂറൽ മക്നൂന, തീർച്ചയായും മറക്കപ്പെട്ട ആ ഒരു വലിയ പ്രകാശം, നൂറ്, മിൻഹു, അതിൽ നിന്നാണ് സയ്യിദുൽ ബശർ, മനുഷ്യരുടെ നേതാവ് വരുന്നത്. ഫീ ബത്നി ആമിനത ഖദിസ്തഖറ, അത് ആമിന ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ വയറ്റിൽ ഖദിസ്തഖറ, അത് സ്ഥാനം പിടിച്ചിരിക്കുന്നു. വലമ്മന്തഖല നൂറു നബിയ്യിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
പ്രകാശം ഇങ്ങനെ നീങ്ങിയപ്പോൾ മിൻ അബ്ദില്ലാഹി ഇലാ ബത്നി ആമിന റളിയല്ലാഹു അൻഹുമ, അബ്ദുള്ളയിൽ നിന്നും ആമിന ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് നീങ്ങിയപ്പോൾ ഇഹ്തസ്സൽ അർശു, അർശ് പുളകം കൊണ്ടു, തൊറബൻ വസ്തിബ്ശാറ, സന്തോഷം അതുപോലെ തന്നെ ആനന്ദവും ഇതൊക്കെ ഉണ്ടായപ്പോൾ അർശ് പോലും നല്ല പുളകം കൊണ്ടു. വസാദൽ കുർസിയു ഹൈബത്തം വഖാറ, കുർസിയിന് പ്രൗഢിയും അതുപോലെ തന്നെ ഒരു ഹൈബത്തും വഖാറും ഒക്കെ കൂടി വർദ്ധിച്ചു. വംതലഅത്തി സമാവാതു അൻവാറൻ, ആകാശങ്ങളെല്ലാം പ്രകാശത്താൽ നിറഞ്ഞു. വലജ്ജത്തിൽ മലായികതു തഹ്ലീലൻ വസ്തിഗ്ഫാറ, മലക്കുകളെല്ലാം തഹ്ലീലിനാലും അതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഇസ്തിഗ്ഫാറിനാലും ശബ്ദമുഖരിതമായി അവരെല്ലാം ശബ്ദമുണ്ടാക്കാൻ തുടങ്ങി. തഹ്ലീലൻ വസ്തിഗ്ഫാറ, തഹ്ലീലിനാലും ഇസ്തിഗ്ഫാറിനാലും. അങ്ങനെ ഫഅസ്ബഹത്ത് ആമിന, ആമിന ബീവി നേരം പുലർന്നു. തിൽക്കല്ലൈല, ആ രാത്രി പിന്നെ നേരം പുലർന്നപ്പോൾ വൽ അൻവാറു ഫീ ജബ്ഹതിഹൽ മുഅ്തമന, എല്ലാ പൂർണ്ണമായും അവിടുത്തെ നെറ്റിത്തടത്തിൽ ഇങ്ങനെ പ്രകാശം വെട്ടിത്തിളങ്ങുകയാണ്. ആരാണ്? അൽ മുഅ്തമന, നല്ല വിശ്വസ്ത ഉടയവരായ ആമിന ഉമ്മ റളിയല്ലാഹു അൻഹയുടെ നെറ്റിത്തടത്തിൽ പ്രകാശങ്ങൾ ഇങ്ങനെ വെട്ടിത്തിളങ്ങാൻ തുടങ്ങി. വ അമിനത് ബിഹി, ആ നൂറ് കാരണത്താൽ ആമിന ബീവി റളിയല്ലാഹു അൻഹ നിർഭയരായി. മിനൽ മഖാവിഫിൽ കാമിന, കാമിന ഉൾഭയം, അതായത് പ്രസവ സംബന്ധമായി ഉണ്ടാകുന്ന പല കാരണങ്ങളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്, അതിൽ നിന്നെല്ലാം നിർഭയമായി. വലഹറത്ത് ലിൻതിഖാലി നൂരിഹിൽ ആയാത്ത്, വലഹറത്ത് വെളിവായി, ലിൻതിഖാലി നൂരിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറ് നീങ്ങുന്നതിനിക്ക് അൽ ആയാത്തു, പല ദൃഷ്ടാന്തങ്ങളും വെളിവായി. വതബാശറത്ത് ബിഹി, അതുകൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സന്തോഷ വാർത്തകൾ കൈമാറി. ജമീഉൽ മഖ്ലൂഖാത്ത്, എല്ലാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളും